കേരളത്തിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ട കേസിൽ പ്രതി റിയാസ് അബൂബക്കറിന് 10 വർഷം കഠിന തടവ്. കൊച്ചിയിലെ NIA കോടതിയാണ് ശിക്ഷ വിധിച്ചത്. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, എന്തൊക്കെയാണ് ഈ ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ? IS ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടു എന്ന കേസിൽ റിയാസ് അബൂബക്കറിന് നിലവിലിപ്പോൾ കൊച്ചി NIA കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. 10 വർഷമാണ് ഇയാൾക്ക് കോടതി നൽകിയിരിക്കുന്ന ശിക്ഷ. അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകളിലായി ഇയാൾക്ക് നൽകിയിരിക്കുന്ന ശിക്ഷ ഇപ്രകാരമാണ്. UAPA 38 അത് 10 വർഷത്തേക്ക് ശിക്ഷ കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. UAPA 39 അതും 10 വർഷത്തെ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 120B ഗൂഢാലോചന അതിന് 5 വർഷത്തെ ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത്. ആകെ പിഴയായി അടയ്ക്കേണ്ടത് 1,25,000 രൂപയാണ് ഇയാൾ ആകെ പിഴത്തുകയായി അടയ്ക്കാനുള്ളത്. ഈ ശിക്ഷയെല്ലാം ഇതെല്ലാം പരമാവധി ശിക്ഷയാണ് ഈ നൽകിയത്. ഈ ശിക്ഷയെല്ലാം ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. അതായത് 10 വർഷത്തെ തടവ് ഈ IS ചാവേർ ആക്രമണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇയാൾ അനുഭവിക്കേണ്ടി വരും. ശ്രീലങ്കയിൽ നടന്ന സ്ഫോടനത്തിന്റെ മാതൃകയിൽ കേരളത്തിലും ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടു എന്നുള്ളതായിരുന്നു റിയാസ് അബൂബക്കറിനെതിരായ കുറ്റം. ആ കുറ്റം സമർത്ഥമായി തെളിയിക്കാൻ NIAക്ക് സാധിച്ചു. 2019 ഇയാളെ കസ്റ്റഡിയിലെടുത്ത കാലം മുതൽ ആ ഘട്ടം മുതൽ തന്നെ ഈ കേസ് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ NIAക്ക് സാധിച്ചിരുന്നു. NIAക്ക് വേണ്ടി അഡ്വക്കേറ്റ് ശ്രീനാഥ് അടക്കമുള്ള അഭിഭാഷകർ ഹാജരാവുകയും ചെയ്തു. ഈ കേസിൽ നേരത്തെ ആരോപിച്ചിരുന്നത് ലുലു മാളിലും മറൈൻ ഡ്രൈവിലും വെച്ച് വിവിധയിടങ്ങളിൽ സ്ഫോടനം നടത്താനുള്ള ഗൂഢാലോചനയടക്കം നടത്തി എന്നുള്ളതായിരുന്നു ആക്ഷേപം. ആ കേസിലാണ് ഇപ്പോൾ റിയാസ് അബൂബക്കറിന് കൊച്ചിയിലെ പ്രത്യേക NIA കോടതി 10 വർഷത്തെ തടവ് വിധിച്ചിട്ടുള്ളത്. ശ്രീകാന്ത്, NIAയുടെ ആവശ്യം എന്തായിരുന്നു? കൂടാതെ ഈ കേസിൽ 2 പേർ നേരത്തെ മാപ്പുസാക്ഷികളായില്ലേ? അതുപോലെ തന്നെ ഈ ശ്രീലങ്കൻ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ട IS നേതാവ്, അയാളുമായി സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെയാണ് ഈ റിയാസ് അബൂബക്കർ ബന്ധപ്പെട്ടത് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നല്ലോ. അത്തരം രാജ്യാന്തര തലത്തിലുള്ള കണ്ണികൾ കൂടിയുണ്ട് ഈ സംഭവത്തിൽ എന്ന വിലയിരുത്തൽ NIAക്കുണ്ടോ? അതിലൊക്കെ കോടതിയുടെ നിരീക്ഷണം എന്താണ്? നിലവിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷയാണ് ഇപ്പോൾ ഈ കേസിൽ റിയാസ് അബൂബക്കറിന് ലഭിച്ചിട്ടുള്ളത്. അതായത് 10 വർഷത്തെ ശിക്ഷ. ഇനി ഇയാളിൽ നിന്നും കണ്ടെടുത്ത ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടായിരുന്നു. ആ തെളിവുകളിൽ നിന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ഇയാളുടെ ഇടപെടലിൽ നിന്നുമാണ് ഈ ശ്രീലങ്കൻ സ്ഫോടന കേസ് പ്രതി സഹ്റാൻ ഹാഷിമുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന് NIA ആരോപിക്കുന്നത്. സഹ്റാൻ ഹാഷിമുമായി ഇയാൾ ബന്ധപ്പെട്ടതിൻ്റെയും അയാളുടെ പ്രസംഗങ്ങളും മറ്റും കേട്ടതിൻ്റെയും അയാളെ പിന്തുടർന്നതിൻ്റെയും ഒക്കെ തന്നെ വിവരങ്ങൾ, വിശദാംശങ്ങൾ നിലവിൽ NIAക്ക് ശേഖരിക്കാൻ സാധിച്ചിരുന്നു. അതെല്ലാം കോടതിക്ക് മുൻപാകെ എത്തിക്കാനും അത് തെളിയിക്കാനും സാധിക്കുകയും ചെയ്തു. NIA ആവശ്യപ്പെട്ടത് പരമാവധി ശിക്ഷ. ഇത് രാജ്യത്തിനെതിരായ കുറ്റമാണ്. രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതാണ്. ആ ഘട്ടത്തിൽ, ആ ഒരു സാഹചര്യത്തിൽ ഇയാൾക്ക് പരമാവധി ശിക്ഷ നൽകണം. അതായിരുന്നു NIAയുടെ ആവശ്യം. അതിനുവേണ്ട ഡിജിറ്റൽ തെളിവുകൾ, സാക്ഷിമൊഴികൾ അടക്കം NIA ഹാജരാക്കുകയും ചെയ്തതാണ്. ഈ 2 പേർ മാപ്പുസാക്ഷികളാവുക കൂടി ചെയ്തതോടെ ഈ കേസിൽ ഈ പ്രതി റിയാസ് അബൂബക്കർ എന്ന പ്രതിയെ ശിക്ഷിക്കുന്നതിന് പരമാവധി പര്യാപ്തമായ തെളിവുകൾ NIAക്ക് കിട്ടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ ഈ പ്രതിക്ക് 10 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചത്. UAPA 38 പ്രകാരം 10 വർഷം, UAPA 39 പ്രകാരം 10 വർഷം, അതോടൊപ്പം 120B ഗൂഢാലോചന പ്രകാരം 5 വർഷം, ആകെ പിഴത്തുക 1,25,000. ഇങ്ങനെയാണ് വിവിധ വകുപ്പുകൾ തിരിച്ചുള്ള ശിക്ഷാവിധിയും പിഴത്തുകയും വന്നിട്ടുള്ളത്. പക്ഷേ ഇത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും. കൊച്ചിയിലെ ലുലു മാളിലും അതോടൊപ്പം തന്നെ മറൈൻ ഡ്രൈവിലും സംഘം ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് ആക്ഷേപം. അതിനുവേണ്ടി യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു സ്ഫോടനത്തിന് വേണ്ടി എന്നുള്ളത് മറ്റൊരു ആക്ഷേപം. ചാവേർ ആക്രമണ പദ്ധതി തയ്യാറാക്കി രാജ്യത്ത് വിവിധയിടങ്ങളിൽ സ്ഫോടനത്തിന് പദ്ധതിയിട്ടു, വിശേഷിച്ചും കേരളം ലക്ഷ്യമിട്ടു എന്നുള്ളതാണ് ഈ റിയാസ് അബൂബക്കറിനെതിരെ ചുമത്തിയിരുന്ന പ്രധാനപ്പെട്ട കുറ്റം എന്ന് പറയുന്നത്. അതിപ്പോൾ സംശയാതീതമായി തെളിയിക്കാൻ NIAക്ക് സാധിച്ചു. നേരത്തെ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ NIAക്ക് ഇതിന് സാധിക്കുകയും ചെയ്തതാണ്. ഈ പ്രതി കുറ്റക്കാരനെന്ന് നേരത്തെ കോടതി കണ്ടെത്തിയിരുന്നു. ശിക്ഷ വിധിക്കാനായി ഇന്നത്തേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. 10 വർഷത്തെ തടവ് ഈ കുറ്റങ്ങളിന്മേൽ ഈ പ്രതി റിയാസ് അബൂബക്കർ അനുഭവിക്കണം. ശരി, കേരളത്തിലടക്കം IS മോഡൽ ചാവേർ ആക്രമണ പദ്ധതിയിട്ട റിയാസ് അബൂബക്കറിന് 10 വർഷം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് NIA കോടതി. എസ് ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.